ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൽ നേരുന്ന ഒരൊറ്റ വേദനയുമായി രേണുസുതി പങ്കുവച്ച വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത്. വർഷങ്ങളോളം താൻ സ്നേഹത്തോടെയും കരുതലോടെയും കൂടി വളർത്തിയ മകൻ കിച്ചു താൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ പോലും തന്നെ കാണാൻ എത്തിയില്ല എന്ന സങ്കടമാണ് രേണു കണ്ണീരോടെ വെളിപ്പെടുത്തിയത്. ശാരീരികമായി അതീവ ഗുരുതരാവസ്ഥയിലാണ് രേണു ഇപ്പോൾ. താൻ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് തനിക്ക് പോലും അറിയില്ലെന്നും വെറും ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും സംസാരിക്കാൻ കഴിയുന്നതെന്നും അവർ പറയുന്നു. എന്നെ ആരും ശപിക്കരുത്, പ്രാർത്ഥിച്ചില്ലെങ്കിലും വേണ്ടില്ല, ആരും മോശമായി കരുതരുത് എന്ന് അഭ്യർത്ഥിക്കുന്ന രേണുവിന്റെ വാക്കുകളിൽ വലിയൊരു നിസ്സഹായാവസ്ഥയുണ്ട്. തന്റെ ജീവന്റെ പാതിയായ മകൻ ഋതുലിന്റെ മുഖത്തെ ചിരി പോലും മാഞ്ഞു പോയതാണ് രേണുവിനെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കുഞ്ഞിന് ഇത്രയും വലിയ ദുരിതം അനുഭവിക്കേണ്ടി വന്നതെന്ന് രേണുവിന്റെ ചോദ്യം ഏതൊരു പ്രേക്ഷകന്റെയും കണ്ണു നിറയ്ക്കുന്നതാണ്. ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം 11 വയസ്സ് മുതൽ താൻ നെഞ്ചോട് ചേർത്ത് വളർത്തിയ മകൻ കിച്ചുവിനെ കുറിച്ചുള്ളതാണ്. താൻ ഇത്രയും ഗുരുതരാവസ്ഥയിൽ കിടന്നിട്ടും അവനൊന്ന് തിരിഞ്ഞു നോക്കുകയോ തന്നെ കാണാൻ എത്തുകയോ ചെയ്തിട്ടില്ല. പല ഓൺലൈൻ വാർത്തകളിലും അവൻ വന്നെന്ന് വരുന്നത് വ്യാജമാണ്. കിടപ്പിലായ ഒരാളെ ഒന്ന് കാണാൻ വരുന്നത് വലിയൊരു കാര്യമല്ലെന്നും സ്നേഹമുള്ളവർ മാസ്ക് വെച്ചാണെങ്കിലും റൂമിന്റെ വാതിൽക്കൽ വന്ന് സംസാരിച്ച് മടങ്ങാറുണ്ടെന്നും രേണു ഓർമ്മിപ്പിക്കുന്നു. ഇതെഴുതുന്നത് വിവാദമുണ്ടാക്കാനല്ലെന്നും ഒരു അമ്മയുടെ ഉള്ളിലെ നീറ്റൽ മാത്രമാണെന്നും അവർ വ്യക്തമാക്കി. ഈ ദുഷ്കരമായ സമയത്ത് തൻ്റെ അമ്മയെയും പപ്പയും സഹോദരിയും മാനേജർ കരിഷ് വലിയൊരു കൈത്താങ്ങാണെന്ന് രേണു പറയുന്നു. അതേസമയം കിച്ചുവും രേണുവും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമായ സംഭവങ്ങളും ഇപ്പോൾ ചർച്ചയാകുകയാണ്. രേണുവിന്റെ രണ്ടാമത്തെ വിവാഹത്തിന് ശേഷം കിച്ചുവിന് താൻ പലപ്പോഴും ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നെന്ന് മുൻപ് കിച്ചു വെളിപ്പെടുത്തിയിരുന്നു. കൂടാതെ രേണുവിന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളോടും സബ്സ്ക്രിപ്ഷൻ വീഡിയോകളോടും കിച്ചുവിന് കടുത്ത വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇരുവരും തമ്മിലുള്ള ദൂരത്തിന് കാരണമായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രേണുവിന്റെ ഈ വികാരധീനയായ വീഡിയോ കണ്ടതിന് ശേഷം വലിയൊരു ജനക്കൂട്ടമാണ് അവർക്ക് പിന്തുണയുമായി എത്തുന്നത്. രേണു വിഷമിക്കേണ്ട, കിച്ചു വരും, താൻ നൽകിയ സ്നേഹം അവന്റെ ഉള്ളിലുണ്ടാകും, പഴയ കാര്യങ്ങൾ ഓർത്തവൻ വിട്ടുനിൽക്കുന്നതാകാം എന്ന് തുടങ്ങി രേണുവിനെ ആശ്വസിപ്പിക്കുന്ന ആയിരക്കണക്കിന് കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത്. കിച്ചു വന്നില്ലെങ്കിലും തങ്ങളെല്ലാവരും ഒപ്പമുണ്ടെന്ന് പ്രേക്ഷകരുടെ വാക്കുകൾ രേണുവിന് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. തന്റെ രോഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ആർക്കും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരരുതേ എന്ന പ്രാർത്ഥനയാണ് രേണുവിന്റെ വാക്കുകളിലുള്ളത്. ഒരമ്മയുടെ നിസ്സഹായാവസ്ഥയും സ്നേഹിച്ച മകനിൽ നിന്നുള്ള അവഗണനയും തീർക്കുന്ന ആഴത്തിലുള്ള മുറിവാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. കിച്ചുവും രേണുവും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറി അവർ വീണ്ടും ഒന്നിക്കട്ടെ എന്ന് ആശംസിക്കാം. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.